ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ, രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെട്ടു പോയ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, മഹാഭാരത യുദ്ധം കഴിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ, ഇത്താഖ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അതേ ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയ യൂസസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താഖ എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല. ബന്ധുക്കൾക്ക് മനസ്സിലായില്ല, ആട്ടിയോടിച്ചു, നാട്ടുകാരാട്ടിയോടിച്ചു. അവസാനം തിരിച്ചു പോകാൻ കടക്കരയിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി കൊണ്ട് കടിക്കുകയാ. തിരിച്ചു നോക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടിയിലിരുത്തി പാല് കൊടുത്തിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തുനായാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായയെ കുറിച്ച് ക്രൈസ്തവ മതം പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നായയിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള 10 കാര്യം ഹസൻ ബസരി റളിയല്ലാഹു തആല പറയുന്നു. ഒന്നാമത്തെ കാര്യമെന്തെന്നറിയോ? കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമാണ്. നമ്മൾ നായക്ക് നിങ്ങൾ ഒരു 10 ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവന് ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കടിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും വാരിക്കേറ്റ് തോളത്തിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിനപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തി മൂത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികളാരും വന്നില്ല. അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു, എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാണ്, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറെ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തിട്ട് ആടിപ്പോവും, അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹല്ല്, അവിടുത്തെ മഹദി സാഹിബ് പാവം സാധുവാണ്, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിലെ ഒരു സ്ഥലത്ത് ആദ്യം ഫസ്റ്റ് ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദമുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ സനതെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് റമദാനാണ്, ഫസ്റ്റ് ജോലിയാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നു. അപ്പൊ ഞാൻ മഹദി സാഹിബിനോട് പറഞ്ഞു, അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിന് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്ന വല്ലൊക്കെ വെച്ചിരിക്കലാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ വിളിക്കണം, കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോകും. പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നത്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശരി സാറേ. അങ്ങനെ 1:30 മണിയായപ്പോൾ മുമ്പിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞു, 1:30 മണിയല്ലേ ഉസ്താദെ, സാധനമല്ല അവിടെ എത്തിക്കൊണ്ട് മുമ്പ് റെഡിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം 4 മണിക്ക് വിളിച്ചാൽ മതി. നേരത്തെ ഞാൻ ഉദ്ദേശിച്ചതാ, 4 മണിക്ക് വിളിച്ചു. ശരി ഉസ്താദെ, എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് പാവപ്പെട്ട ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങിപ്പോകും. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ കൊട്ടിയപ്പോഴാ പുള്ളി ഉണരണേ. അല്ലാഹു പെട്ടെന്ന് എന്റെ ഫസ്റ്റ് നോമ്പ് ഡിഗ്രി എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പല്ലി കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറയാം, എവിടെ പോവാ? ഞാൻ പറഞ്ഞു, പല്ലി വെച്ചിട്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോൾ പല്ലി കഴിക്കാതെ കഴിക്കാം, പെട്ടെന്ന് വരും. അപ്പോൾ അപ്പുറത്ത് വാങ്ങി കഴിക്കാം. ഞാൻ പറഞ്ഞു, അവിടെ വാങ്ങി, അത് അവിടെ ഇല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി വിളിച്ചതാണ്. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കും, പെട്ടെന്ന് പല്ലി കഴിക്കാൻ പോകേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ആയിട്ട് വയ്ക്കുക. ഈ സഹോദരൻ, ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്നത്. അബ്ദുൽ കണ്ണ് എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗമോട്, സംശയമുള്ളവർക്ക് ഇനിയിപ്പോൾ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ചു മാത്രം സേവിക്കുക, കുറച്ചു മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്. മദീനയുടെ മണവാളന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാല കൊണ്ടുവരികയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, എത്രയോ ദിവസങ്ങളായി ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന, ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹദിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്നറിയോ, തന്റെ കൈ കൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നല്ലോ. അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആ ചിറ്റക്കൂടയുടെ അകത്തളത്തില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. ഉള്ളതിനോടുകൂടി തന്നെ അതിനൊന്നും നേരമില്ലാതെ മെനക്കെടാതെ സമയം കളയുന്ന പെണ്ണല്ല റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് അന്നത്തെ നാട്ടിൽ പത്തിരി എന്ന് നമുക്കിന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷണം ഉണ്ടാക്കുക. അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് വിളമ്പി തന്നുകൂടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ, ഈ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിലൊന്ന് കൊണ്ടുപോട്ടെ. ജീവിതത്തിലാദ്യമായി ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായ ഈ ഭക്ഷണം ഞാൻ എന്റെ റസൂലിന് കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ നിറദീപത്തിന്റെ മുന്നിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു ചെല്ലുമ്പോ വഖാമ ഇലൈഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ഒന്ന് സ്വീകരിക്കുകയാ. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, നിന്റെ കയ്യിലെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ഫാത്തിമയുടെ കൈകൊണ്ടുണ്ടാക്കിയ പത്തിരിയാണ് നബിയേ, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ നബിയേ, അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പത്തിരി പുന്നാര നബി തങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ഒരാഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ, ഒരാഹാര സാധനം ഞാൻ കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ, റസൂലുള്ളാഹിയുടെ വാഴപ്പുറന്ന് പൊട്ടിക്കരഞ്ഞു പോയെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷത്തെ കുറിച്ച് മോശമായി പറയുന്നു എന്ന് എന്റെ ചെറുപ്പക്കാർക്കൊരു അഭിപ്രായമുണ്ടല്ലോ. അഭിപ്രായം നിങ്ങൾ മാറ്റണം എന്നെനിക്ക് അഭിപ്രായമില്ല. എന്നെ ഒരു സംഘടനയിലും നിങ്ങൾ വാഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സംഘടനയുടെ പരിപാടികൾ നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്ന, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്ന, എന്റെ റൂഹ് പിരിയുന്നത് ലോകത്തിന്റെ നാലുകളെ കുറിച്ച് ആവേശത്തോട് ആരുടെ മുന്നിലും പറയാനെന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എടുക്കണ. നിബിദിനത്തിന്റെ അന്ന് മാത്രം ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ച മുസ്ലിം സമുദായത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളല്ല, മദീനയുടെ രാജകുമാർ നബി മുഹമ്മദ് മുസ്തഫ പച്ചില കഴിച്ചിട്ട് സഹാബത്ത് ആട് കാട്ടിക്കുന്ന പോലെ കാട്ടിച്ച ചരിത്രമുണ്ടല്ലോ. അത് പ്രഭാഷണത്തിന്റെ മുൻപിന് വേണ്ടി പ്രാസംഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വഴിയോ പോകുന്നവരിൽ നിന്നൊക്കെ പണം പിരിച്ചിട്ട് എന്തിനാ നിബിദിന് ചോറ് വെക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ ചോദിച്ചാ പോലെ, നിന്നെ കൊണ്ട്
കളിയോക്കി വെച്ച് കൊടുത്താ പോലെ വഴിയേ പോകുന്ന അണ്ണന്റെയും ചേച്ചിയുടെയും മുമ്പിൽ കൈനീട്ടിയിട്ട് രസീതെഴുതി കൊടുത്തിട്ട് ചോറ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മേത്തന്മാർ ഇരുതിന്റെയാണ് പണിയെന്ന് പറഞ്ഞ് മറ്റ് സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ പരിഹസിക്കുമ്പോ മദീനയുടെ മണവാളന്റെ മനസ്സ് വേദനിക്കൂലേ? നിന്റെ പണമെടുക്കണോ, നമ്മുടെ പണമെടുക്കണോ? നമ്മൾ നഷ്ടപ്പെട്ട പൊഴിക്കുണ്ടാക്കിയ പണമുണ്ടല്ലോ, ആ പണമെടുത്തിട്ട് എത്ര ചെമ്പ് ബിരിയാണി വേണമെങ്കിലും വെച്ചു കൊടുത്തോ. എന്നിട്ട് ആ ഒരു ദിവസം അങ്ങ് കഴിയുമ്പോ ഘോഷയാത്രക്കിടയിൽ പോലും കല്ല് കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ മറന്നവര് കേരളത്തിന്റെ അപമാനമാണ് മുസ്ലിങ്ങളാ പ്രിയപ്പെട്ടവര്. അള്ളാന്റെ റസൂലിന് അങ്ങനെയുള്ളവരെ വ്യക്തിയായിട്ട് ഞാനും നിങ്ങള് എന്ത് മുതലാ മനസ്സിലാക്കി തുടങ്ങിയത്? വേണ്ട വേണ്ട, അള്ളാന്റെ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവര് വിധങ്ങളുടെ റബീലിന്റെ ഒരു 12 ഉണ്ടല്ലോ, ഒന്നാവുന്ന റബീലിന്റെ ഒന്ന് മുതൽ കണ്ണീരാ. എന്നിട്ട് ഈമാനുള്ളവരുടെ ആഘോഷം കാണുമ്പോൾ അറിയാ, ഈശ്വത്തുള്ളവരുടെ ആഘോഷം കാണുമ്പോൾ അറിയാ. അവർ 10ഉം 20ഉം വയസ്സായ പെൺകുട്ടികളെ അണിയിച്ചൊരുക്ക റോഡിലൂടെ നടത്തൂല്ല. അവർ 20ഉം 25ഉം വയസ്സായ ചെറുപ്പക്കാര് സിനിമാറ്റിക് ഡാൻസ് പോലും തോക്കുന്ന രീതിയിലുള്ള ദഫ്മുട്ട് നടത്തൂല്ല. ബ്രേക്ക് ഡാൻസ് നിബിദിനത്തിന്, എന്റെ പ്രിയപ്പെട്ടവരെ, നിബിദിനത്തിന് ഒരു പാട്ടിടാ. ഒരു പോതന്നാൽ നീ എന്റെ കൂടെ പോരുമോ? നബിയോട് ചോദിക്കാണ്, ഒരു പൂതന്നാ കൂടെ വരൂ. നബിദിനത്തിന് നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ, റോഡുകളിൽ, വീടിന്റെ ജംഗ്ഷനുകളിൽ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നു നിന്നതൊക്കെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെയാണോ പ്രീതിപ്പെടുത്താറുള്ളത്? നബിദിനം നിങ്ങൾ ആഘോഷിച്ചു, ഒരിക്കൽ ആഘോഷിക്കേണ്ട ഞാൻ പറയില്ല. പക്ഷെ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലാതെ അങ്ങ് അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിച്ചു. ഓരോ മഹലിലും അതിന്റെ അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഓരോ മഹലിലും വേണം, എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടു കൂടി വേണമായ പരിപാടി നടത്തണം. ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നിബിദിന ഘോഷയാത്രയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയും, വിടാ അടുത്തത് പള്ളിക്ക് ഒരുപാട് കാശുന്നാളിന് വിടാ. ആ ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ മറ്റേ പാട്ട് ഏത് പാട്ടാ മറ്റേ പാട്ട്, നിങ്ങൾ കുപ്പിയാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാതെ, നിങ്ങൾ പൊട്ടാണെങ്കിൽ നമ്മൾ പൊട്ടും കുറ്റാണ്, ഞാനിപ്പറ്റും 10 വിട്ടാണ്, നിങ്ങൾ പോയി വയ്യപ്പാകാരനാണ്, എന്താ മോനെ കളി വേണ്ട ഇല്ല. അത് തന്നെ ഞാനും പറയണേ, വല്ലാണ്ടാവും. ഈ കളി അപകടമാണ്. മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദഫ്മുട്ടിനും ഒക്കെ ഇതേ ഉള്ളൂ. നമുക്ക് എത്ര റഹ്മാൻ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിബിധങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എൻ്റെ ശബ്ദം ശ്രവിക്കും. പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഉസ്താദ് ബാക്കവി സുന്നത്ത് ജമാഅത്തുകാരനല്ല. ആ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ടെ, അതിലെനിക്ക് ഒരു സങ്കടവുമില്ല. ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്. എൻ്റെ മുന്നിൽ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മളെന്താ കരുതിയത്? നമ്മളെന്താ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കരുതിയത്? ഒരു നിബിധനത്തിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അടിഞ്ഞാടുന്നതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. മദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം, അപ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് കിട്ടുക. അവിടെ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിൽ നിന്ന് വരുന്ന ഒരു നബിദിനാഘോഷം ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നലെ വരെ പള്ളിയിൽ കയറാത്തവരും അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനുള്ള ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കരുത്. അള്ളാന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, കള്ളുകുടിയൻ നബിദിനത്തിന്റെ അന്ന് നബിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടൂലേ ഉസ്താദേ എന്നാണ് സംശയം. എന്നാലും ഇതൊന്നും നന്നാവണമെന്നല്ല, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല. എല്ലാ കുടിയന്മാരും വരട്ടെ എന്ന് അവർ പറഞ്ഞു. അത് മാറ്റിയിട്ട് വരാനല്ല പറയാം. ഞാൻ പറയുന്നത് അതേ ഉള്ളൂ പ്രിയപ്പെട്ട. എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്? അത്രയ്ക്ക് തല വെളിവില്ലാതായിപ്പോയി നമ്മുടെ. എന്തും മസ്താ നമ്മുടെ തലയിൽ പിശാച് പോലും വെച്ച് തന്നത് ചിന്തിച്ചുകൂടെ നമുക്ക്? അടിസ്ഥാനപരമായ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രംഗത്തിറങ്ങണം.
പക്ഷേ അള്ളാന്റെ ഹബീബിനെ നോവിപ്പിക്കരുത്. അള്ളാന്റെ ഹബീബിന്റെ മനസ്സ് നൊന്താൽ പിന്നെ ആരെ പ്രീതിപ്പെടുത്താനാ ദീനിൽ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കരഞ്ഞ് മലക്കിറങ്ങിയില്ലേ? വഹിയിറങ്ങാതിരുന്നതുകൊണ്ട് അന്ന് മനസ്സ് വേദനിക്കണ്ട നബിയേ. അന്നേ അല്ലാഹുവിന്റെ റസൂലേ, അന്നേ അല്ലാഹു വിടുന്നിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സമാധാനിപ്പിച്ചെങ്കില് ആ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കല്ലേ, ആ റസൂലുള്ളാഹിയെ സങ്കടപ്പെടുത്തല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പൊന്നാര നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ പറയണം. ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ? കുത്തി തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് മമ്മി നിറങ്ങിയത്. മമ്മി റെഡിയായോ? മോളൂട്ടം വരും. പണ്ട് പഴങ്കഞ്ഞി ഉരുട്ടി അടിച്ച വാപ്പാറ ചെറുമക്കളുടെ കാര്യമായി പറഞ്ഞു. ആ ഒരു അവസ്ഥ. അങ്ങനെയൊന്നും കഴിക്കണ്ടെന്നല്ല ഞാൻ. ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും. ഭർത്താവ് ചോദിക്കും, എന്തായാലും അവിടെ ഭക്ഷണം? അവിടെ ഭക്ഷണം ബുഫേ. നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. അതാണ് ബുഫേ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം. മര്യാദയ്ക്ക് പിന്നെ ഈ രീതിയോട് മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് കുറഞ്ഞ ഭക്ഷണമാണ് നായയുടെ ഒന്നാമത്തെ സ്വഭാവം. ഭക്ഷണം ഒരുപാട് നായ കഴിക്കാറില്ല, കുറച്ച് കഴിക്കും. രണ്ടാമത്തത് കുറഞ്ഞ ഉറക്കമാണ്. നായ ഒരുപാട് ഉറങ്ങൂല. ഇന്നലെ ഉറക്കമൊഴിഞ്ഞെന്ന് പറഞ്ഞ് പകല് മൊത്തം കിടന്ന് ഉറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങുന്ന നായ ഉണ്ടെന്ന് ഏതെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രമേ നായിക്കും. അതുകൊണ്ടാണ് ആ നായയെ എന്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാവല് നിൽക്കണം. കാവല് നിൽക്കുന്ന ആൾ ഉറങ്ങിയാൽ ഫസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ കിടന്നുറങ്ങിയാൽ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയും. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കമാണ് അതിനുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക ഒരു വീടിന്റെ മുമ്പ്, ഗേറ്റൊന്നും നിനക്ക് ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യരങ്ങോട്ട് ആ മെഡലൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വെളിച്ചമൊക്കെ മാറുമ്പോൾ വീണ്ടും ഈ നായ വന്നിടന്ന് ഉറങ്ങാൻ പെട്ടെന്ന് എടുത്തോണ്ട്. ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം. ഇതേ ആവാവൂ ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാണണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്കുക? അനിയനുടുത്തം ഉണ്ടായിരിക്കും, ചേട്ടൻ രാവിലെ എടുത്തുകൊണ്ട് ഇറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് കിടക്കുമോ? വേറെ ഒന്നുമല്ല, നമ്മൾ രാത്രി ഇതിന്റെ ജോലി. മര്യാദയ്ക്ക് എന്തെങ്കിലും ദിക്ർ പറയാനുണ്ട്, സലാത്തിൽ, അതൊന്നുമില്ല. രാത്രി ഉറക്കത്തിൽ എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങുന്ന വാർത്ത പിന്നെ എങ്ങനെ നിലവിളിച്ചില്ലെങ്കിൽ എഴുതും. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്റേ ഉള്ളൂ, ഔദുബില്ലാ നിനക്കണ്ട ശൈത്താനെ നിനക്കെന്തവന് വന്ന എനിക്കെന്തിരെ ചെയ്തത് ഒറ്റ ഊതരം കൂടിക്കൊണ്ട്. ചെയ്ത്താൻ പോലും പരിസരത്ത് വരില്ല. രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാർക്ക് തലക്കുടിച്ച് വന്നില്ല ജോലി ഇപ്പോൾ. അപ്പോ രാത്രികാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂതു വഅഹ്യ എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ അറിയോ മോനെ? അറിയോ? എന്താ അവനറിയാം. അവന്റെ പേരെന്താ? അബ്ബാസ. അമാൻ, അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമോൻ അല്ലമാനാക്കട്ടെ, നല്ല മോനെ. അവ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്ർ ഞാനിപ്പോ ചോദിക്കട്ടെ. അങ്ങനാണോ? അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായും ഉപ്പായും പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ അത് ശീലിക്കണം. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും
ജീവിക്കുകയും ചെയ്യുന്നു റബ്ബേ. ഇതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ബൂം. ഇതാ നമ്മുടെ മക്കൾ. ആദ്യത്തെ വാക്ക് കേട്ടില്ലെങ്കിൽ ആപ്പപ്പഴ കവാലക്കുരിക്ക് അടിക്കല് പച്ചപ്പള്ള. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം അതാ. പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനത് കാണിച്ചു കൊടുക്കുക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറി എന്നിട്ട് അവൻ പറയും ജീ ബൂബ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും അച്ചുപോലെ അവർ ഒപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. എന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ച് ഔലിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പലരും ചിലപ്പോ ഓച്ചിറവപ്പ എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവൂല, അംഗീകരിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ മനുഷ്യനെ കുറ്റം പറയാനാവല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നൗഷാദ് വാഗവി അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പാവപ്പെട്ടവനാണ്, അറിവില്ലാത്തവനാണ്. ഞാൻ അദ്ദേഹത്തെ വിലായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ്. അദ്ദേഹം ഉറങ്ങിയിരുന്നത് എത്രയേരാ കണ്ടിരുന്നത്. അദ്ദേഹം രാപകലില്ലാതെ ഒരേ ഉറക്കമുറങ്ങിയിരുന്നത് നിങ്ങൾ എത്ര പേരാ? നിങ്ങൾ ഈ നാടിന്റെ അടുത്ത് കഴിയുന്നവരല്ലേ? നിങ്ങൾ എത്ര പേരാ കണ്ടിട്ടുള്ളത്? ഔലിയാക്കന്മാര് സുഖശുദ്ധയിൽ ഉറങ്ങിയിരുന്നത് ലോകത്തിന്റെ വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി വരവേട് മുഹമ്മദ് വ്യക്തിമസ്ഥാനെന്ന ആത്മീയ തേജസ്സിന്റെ പ്രകാശം ആവാഹിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന സൂര്യപ്രകാശത്തെ അല്ലാഹു ആ മഹാന്റെ ഹൃദയത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് പാവപ്പെട്ട അടിമകളായ സാധുക്കളായ കഴിവില്ലാത്തവരായ നമ്മുടെ മനസ്സിൽ അല്ലാഹു ഈമാൻ നിറയ്ക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 15 വർഷമാ ഒരു പോലെ കണ്ണടയ്ക്കാറ്, രാവും പകലും ഒരുപോലെ കണ്ണടയ്ക്കാറ് ജീവിച്ചത് 15 വർഷമാ. അവരുടെ പാറ പിൻപറ്റാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരാ. അവരൊക്കെ മസ്ത് ബാധിച്ചു പോയവരാ. അതുകൊണ്ട് നമ്മൾ ഉറക്കമടിയണമെന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്നു വജഅൽനാ നൗമകും സുബാതാ. അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ തളച്ച റബ്ബ് അനുഗ്രഹമായിട്ട് എടുത്തു പറയുമ്പോ, വിശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഉറക്കമാണ് ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് വരുത്തി തീർക്കല്ലേ. ആവശ്യത്തിലുള്ള ഉറക്കമല്ലേ. ഇന്ന് ഡോക്ടർമാര് ശാസ്ത്രലോകത്തിന്റെ മാനം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് 6 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട. സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ 9 മണിയായാലും 10 മണിയായാലും എഴുന്നേക്കാറ് കവളിന് കിടന്നുറങ്ങുന്നവരെ എന്തോ ഒരവസ്ഥയാ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറഞ്ഞതെന്തെന്നറിയോ? കൈഫ അസ്ബഹ്തു യാ ശൈഖീ, എങ്ങനെയുണ്ട് ഉസ്താദ് ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ വലിയ ഖവാനി മുഫാരിഖാ ولكأسلمني ابتسائما ولسوء أعمالي ملاقيا. ലക്ഷക്കണക്കാർ ഹദീസ് മനപ്പാഠമാക്കിയ ശാഫി ഇമാം ലോകത്തോട് പറയുന്നു, ഞാൻ ഇന്ന് തന്നെ മരിക്കാൻ പോവാണ്. അസ്റായീൽ ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്നുറപ്പാ. അതുകൊണ്ട് വലിസൂഇ അഅ്മാലി മുലാഖിയാ. എന്റെ ഖബറിന്റെ അകത്ത് എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഞാൻ ചെയ്തു പോയ പുണ്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞതാരാ? 7ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ ശാഫി ഇമാം
8ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ശാഫി ഇമാമ, ലക്ഷക്കണക്കാരെ ഹദീസ് മനഃപാഠമാക്കിയ ഇമാമ പറയുന്നത്, ഞാൻ ചെയ്തു പോയ തിന്മകളിന്റെ ഖബറിന്റെ അകത്ത് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ബഹുമാനപ്പെട്ട ശാഫി ഇമാമ് ലോകത്ത് ഉറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ. നമ്മളോ സിനിമ കണ്ട് ഉറങ്ങി പോകുന്നവര്, പാട്ട് കേട്ട് ഉറങ്ങി പോകുന്നവര്, തിയേറ്ററിന്റെ ശബ്ദം കേട്ട് ഉറങ്ങുന്നവര്, റിമോട്ട് കയ്യിൽ വെച്ചുകൊണ്ടറിയാതെ മയങ്ങുന്നവര്, എത്രയോ പേര് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല. തിരുവനന്തപുരം വള്ളക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം വിൽക്കാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ. അടുത്ത ആഴ്ചത്തെ മണവാളക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. ഉമ്മ പോയി വിളിക്കുന്നു, കൂടപ്പുറപ്പുറം പോയി വിളിക്കുന്നു, ചലനമില്ല. തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോ തന്റെ മകനകത്ത് തളർന്നു കിടക്കാട്, ഫേന് കറങ്ങിക്കൊണ്ടിരിക്കാണ്, വിളിച്ചിട്ടനങ്ങുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ്, പ്രായം തന്നവരുടെ കഥയല്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന യുവത്വമേ, ഇതാ ഒരാഴ്ച പേര് കഴിയുമ്പോ സമുദായത്തിന് മാത്രം സമ്മാനമായും തന്ന പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലെത്തുകയാ. ആ റമളാന്റെ രാത്രി എങ്ങനെയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ ചിലവഴിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തെ റമളാൻ ഒരു 17-ാം രാവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം റമളാന്റെ 17-ാം രാവിലെ നടന്നത്. അത് കാണാ എത്ര ചെറുപ്പക്കാരാ പോയത്. ഒരു സിനിമാനവനാണ് പ്രസംഗിച്ചത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ റമളാൻ മാസമല്ലേ പോലെ അല്ലാഹു ഇത്രത്തോളം കാര്യമായി സമ്മാനിക്കുന്ന റമളാൻ നിനക്ക് ഇത്ര ചെറുതായി പോയോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. എത്രയോ കൂട്ടുകാർ റമളാൻ കിട്ടാതെ മരണപ്പെട്ടത്. ഇന്നലെ പറഞ്ഞില്ലേ, അൻസാബിന് വേണ്ടി ദുആ ചെയ്യാ, നിസാബിന് വേണ്ടി ദുആ ചെയ്യാ. എത്രയോ കൂട്ടുകാരുടെ പേരാണ് ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ അകത്തുള്ളതെന്നറിയോ. അവരൊക്കെ റമളാൻ പോയില്ലേ, അവർ റമളാനും കാത്തിരുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയാ, കളിയും ചിരിയും അവസാനിപ്പിക്കാറുള്ള നേരമായി പ്രിയപ്പെട്ടവരെ, ഉത്സവപ്പറമ്പിൽ രാത്രികാലത്ത് പോയി ഉറക്കമറിയുന്ന ആ സമയങ്ങളെ മാറ്റിവെക്കാ സമയമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമറിയ ഒരുമിച്ച് വന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതുകൊണ്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാ, ഈ കല്ലെറിഞ്ഞോടിക്കുന്ന നായ ഉണ്ടല്ലോ, ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല, ഉറക്കം കുറഞ്ഞ ജീവിയാ. അതുകൊണ്ട് നീയും അത് ശീലിച്ചോ. വളരെ കുറഞ്ഞ ഉറക്കം മാത്രം ഇതെടുത്ത് ആ പാതിരാ സമയത്ത് സുജൂദ് ചെയ്യുന്ന ഈമാനുള്ള കരുത്തുറ്റ മനസ്സ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. അത് പാപ്പമാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഉമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. പാതിരാ സമയത്തെ ഇബാദത്തിലേക്ക് എന്റെ സഹോദരങ്ങളെ മടങ്ങി വരണേ. ബഹുമാനപ്പെട്ട അത്താവസരം എറിയുള്ളാവുണ്ട് തന്റെ ഇവത്തെ സമയത്ത് ഭാര്യയുടെ കിടക്കറകൾ ഭാര്യയ്ക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ സുജൂദ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോ ഭാര്യ ചോദിക്കുന്ന, പ്രിയപ്പെട്ടവരെ ഇശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകളോളം സുന്നത്ത് നിസ്കരിച്ച് ഒരുപാട് സമയം ദുആ ചെയ്തിട്ട് കിടക്കാൻ വന്നവരല്ലേ നിങ്ങള്, പിന്നെ എന്തിനാ വീണ്ടും പോയി ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹുവിന്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്ന രാത്രികള് എന്റെ അല്ലാഹ് കൊടുക്കണ്ട. പിന്നെ നമ്മളെ കണ്ണ് മരണത്തോടുകൂടി തിരുമിയടച്ച പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് മനുഷ്യരെ കാണാൻ
അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നു നിൽക്കാ, എന്നിട്ട് സുജൂദ് ചെയ്യാ, എന്നിട്ട് നിസ്കരിക്കാ, എന്നിട്ട് സലാത്ത് ചൊല്ലാ. മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, ലക്ഷക്കണക്കാറ് സ്വലാത്ത് ഇതിനകം ചൊല്ലിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടരെ, പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സലാത്ത് ചൊല്ലി പോകാറുന്നു. സമയക്കുറവാണ്, വിശദീകരിക്കുന്നില്ല. ഹസൻ ബസരി റളിയല്ലാഹു തആല ഈ സമുദായത്തിനോട് പറയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്താ? നായയിൽ നിന്ന് മനുഷ്യൻ പഠിക്കാനുള്ള മൂന്നാമത്തെ ഗുണപാഠം നമ്മുടെ നായകൾക്കില്ല. നിങ്ങൾ പറയും പോലീസ് നായക്കുണ്ടല്ലോ സാറേ. ഇല്ല, പോലീസ് നായ ഉള്ളവർക്കാണ് അഹങ്കാരം, പോലീസ് നായക്ക് അഹങ്കാരം ഇല്ല. പോലീസ് നായ AC ഇട്ട വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായല്ല, മനുഷ്യനാണ്. അതിനെ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. നായക്ക് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? ഒരു വാക്കിലും പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ടു, പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ? പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാൾ പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് ചെവിടടച്ച് കണ്ണുടച്ച് നിൽക്കും, കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കിൽ ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞ് വണ്ടിയൊക്കെ നിന്നു. അപ്പൊ നമ്മൾ പറയും, ഓ സ്നാരാക്കാടെ മോന്റെ ഒരു ഭാഗ്യം, ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് പൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ടാണ്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടതാണ്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീഴാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും ഇവൻ ബൈക്ക് കൊണ്ടുപോയി വീഴാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചൊടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. നാളെ പൊട്ടൂലെന്ന് പറഞ്ഞ് ഈസിയായിട്ട് ഇട്ട് കൊടുത്തത് അവിടെ പൊടിയായി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാ, ഞാൻ ഭയങ്കര ബൈക്ക് റൈസിങ്ങൾ കണ്ടോ, സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കയറി കൊടുത്തത് അവിടെ പഠിച്ചെടുത്തുകൊണ്ട് വരാൻ പൊട്ടി. ഇത് വെറുതെ പറയുന്നല്ല, അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പണിയത. ആരഹങ്കരിക്കുന്നുവോ അവരെ അല്ലാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത് ലൈസ ലഹു മീറാസ്, ലൈസ ലഹു മീറാസ്. ആ നായക്ക് അനന്തര സ്വത്തില്ല. ആ നായ മരണപ്പെട്ടാൽ മക്കൾ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായ്ക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചെലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിലാവരുത്. അതാണ് ഈ നാലാമത്തെ നിന്ന് പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്തെ എല്ലാവരും നോക്കുന്നു. മകനടുത്ത് നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്, മോനെ ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. മോനേന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാണ്. വാപ്പ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാവരും പറഞ്ഞു, എടാ 10 രൂപ എവിടെ കൊടുക്കാനാ പറയണടാ വനായ എൻ്റെ അടുത്ത്. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞ, പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 5 രൂപയ്ക്കാ, നീ 10 രൂപയ്ക്ക് കൊടുക്കണോ? അതാ വാപ്പ കൊടുത്തുകൊണ്ടിരുന്നത് 5-നാ, അത് നഷ്ടമായി പോയി മോനെ. വാപ്പ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ 10-ന് കൊടുക്കണം, അതാ നല്ലത്. ശരിക്കും റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂ എന്നാ വാപ്പ കൊടുത്തേ. ആലോചിച്ച് നോക്കി, മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെയല്ലേ കിട്ടുള്ളൂ. ഒരു വാപ്പ മരിക്കാൻ കിടക്കും. ഡോക്ടറും വക്കീലും എഞ്ചിനീയറും 3 പേരാണ്. മക്കളോട് വാപ്പ പറയാ അവസാന ആഗ്രഹം 10,000 രൂപ വെച്ച് എന്നെ കഫൻ തുണിയിൽ വെക്കും. അവര് പറഞ്ഞു 4 രൂപയിലുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചു. ശരി, എല്ലാവർക്കും സംശയം എടുക്കണം 10,000 രൂപ. എന്നാലും വാപ്പ ചോദിച്ചാൽ എത്ര പൈസ നമ്മൾ ചെലവഴിച്ചത്? 10,000 രൂപ വീതം വാപ്പയുടെ കഫൻ തുണിയിൽ വെച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഡോക്ടർ വന്ന് വെച്ചു.
എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു. വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്ത് വെച്ചു. എത്രേന്റെ ചെക്കാണ്? നിങ്ങൾ വിചാരിക്കും 10,000-ന്റെ നല്ല, 30,000-ന്റെ ചെക്കാണ്. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് വാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 കൂടെ എടുത്ത് വക്കീൽ ബാങ്കിനകത്ത് ഇട്ട് പറഞ്ഞു, വാപ്പാക്ക് ആവശ്യമുള്ളപ്പോൾ ബാങ്കിൽ കൊടുത്തിട്ട് പാവല്ലേ. കൈ വിട്ടുപോകാൻ വാപ്പാടെ ഗുണം 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാട്ടം തള്ളിക്കളയണം, അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്ത് നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അനന്തര സ്വത്തില്ല, നായിക്ക് അനന്തര സ്വത്തില്ല. അനന്തര സ്വത്തില്ലാതെ ലോകത്ത് മരണപ്പെട്ടു പോയവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബിവര്യന്മാരെ അവര് മരണപ്പെടുമ്പോ അവരുടെ സ്വത്തുക്കളുടെ അനന്തരമെടുത്തു കൊടുക്കാൻ കോടികളുടെ ആഗ്രഹർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് സ്വത്തുക്കളുമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മക്കളിലെ റാണിയെന്ന് ഷഹീറ, മണിവിളക്ക് ദീനിലെന്നും നസീബ, മാണിക്കലിന്റെ നാമം ഖദീജ, മൻസൂഖ മഹബൂബ, മൻസൂഖ മൻസൂഖ മഹബൂബ, മൻസൂഖ. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ടവളാണ് ഖദീജ. ഒരു മുത്തുമാലയാണ് പെണ്ണുപോൽ കടന്തലും കൊടുത്തത്. അനന്തര സ്വത്തായിട്ടൊന്നുമില്ല. അങ്ങനെ നൂറുകണക്കാറ് സഹാബത്തിന്റെ കഥ പറയാനുണ്ട്. ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പൊന്നാര നിബിധങ്ങൾ തന്റെ പ്രിയപ്പെട്ട മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ 7 ദിർഹം, മറ്റൊരഭിപ്രായത്തിൽ 6 ദിർഹം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആയിഷ. അസ്റായീൽ വരുന്നതിന് മുമ്പ് അതിനെ നീ ചിലവഴിച്ചോ ആയിഷ. ആ പണത്തിന്റെ കാര്യമോർത്തുകൊണ്ട് മാറി എനിക്കൊരു ഈ ദുരൂഹമായിട്ട് എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് അത് സുരക്ഷതയാ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളാണ് ഞാനും നിങ്ങൾ. മക്കൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കുടുംബത്തിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരിക്കൂട്ടി വെക്കുന്നവര് ഇവിടെ, വാരിക്കൂട്ടി വെച്ചവരിവിടെ, സ്വർണത്തിലൂടെ കിടന്നിറങ്ങിയിരുന്നവരിവിടെ, രാജകുമാരന്മാരെ പോലെ ജീവിച്ചിരുന്നവരിവിടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പണം വരുമ്പോ, പവർ വരുമ്പോ, തന്തേടം വരുമ്പോ, വില കൂടിയ വാഹനം കയ്യിൽ വരുമ്പോ എല്ലാം മറന്നുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുമല്ലോ. അതുപോലെ ജീവിച്ച തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കടവിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നല്ല സൗന്ദര്യമാണ് കാണാ, നല്ല ആരോഗ്യമാണ് പ്രിയപ്പെട്ടവര്, അവസാനം മരിച്ചു കിടന്നപ്പോ ഒരു 3 കഫൻ തുണിയുടെ ഒരു തുണിയെ 3ആയിട്ട് മുറിച്ച പൊളിഞ്ഞെടുക്കാൻ പറ്റുന്ന ശരീരം മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു 4.5 വർഷം കിഡ്നിയുടെ തകരാറ് കൊടുത്തു. ആ സഹോദരന്റെ ശരീരം എരിഞ്ഞടങ്ങിപ്പോ. അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുപോലെ യുവത്വമേ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ നേരമില്ലാതെ ശരീരത്തിന് പിന്നാലെ പറക്കുമ്പോഴുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടരേ, റമളാനാകാശം അങ്ങനെ മാറ്റല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റമളാനാകാശത്തെ കായംകുളത്തും കരുനാഗപ്പള്ളിയിലൊന്നും പറഞ്ഞു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന അത്തക്കുളങ്ങര പള്ളിയുടെ പരിസരത്തുള്ള 100 കണക്കായ ചെറുപ്പക്കാർ ഇന്ന് ജുമയ്ക്ക് പോയപ്പോഴും ചോദിച്ചതാ, ഉസ്താദേ അടുത്ത ആഴ്ച വന്നിട്ട് മടങ്ങിപ്പോയാ ഇവിടെ തന്നെ നിൽക്കോ? റമളാനാണല്ലോ, 30 ദിവസവുമാ നാട്ടുകളില എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ രാത്രിയും പകലും ഞാൻ കൊടുക്കാറ്. കാര്യമുണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ വീരുന്നുണ്ട് എന്റെ ചെറുപ്പക്കാർ അണിനിരന്നല്ലേ പറ്റോ? തിരുവനന്തപുരമല്ലേ പ്രിയപ്പെട്ടവര്, കഞ്ചാവേട്ടയിൽ പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കോളേജിൽ പോകുന്ന കൂട്ടുകാർ തോളത്ത് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ശരിയും കറിയും തമാശയുമായി കണ്ണുകൂടിയാൻ നടക്കുന്ന കഴിഞ്ഞ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ
റമദാൻ കഴിഞ്ഞിട്ട് 2.5 മാസം വരെ ഒരു വഖത്ത് നിസ്കാരം പോലും കളാക്കാറ് കൃത്യമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരനെ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്നെ നന്നാവാൻ ഇവന്മാര് സമ്മതിക്കൂല, ഇന്നലെ ഞാൻ കല്ല് കുടിച്ചു ഉസ്താദേ, ജീവിതത്തിൽ ഞാൻ നിർത്തിവെച്ചു പോയ 7 മാസം കൊണ്ട് തൊടുവില്ലാന്ന് പറഞ്ഞു പോയ റമദാനിന്റെ 27 ലാഭടക്കമുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തോടെ കണ്ണുണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഇന്നത് കുറിച്ച ഉസ്താദേ എന്നെ എന്റെ കൂട്ടുകാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിലേക്ക് മയങ്ങിപ്പോയ, പെണ്ണിലേക്ക് മയങ്ങിപ്പോയ, സിനിമയിലേക്ക് മടങ്ങിപ്പോയ, ഉത്സവത്തിലേക്ക് മയങ്ങിപ്പോയ, മയക്കുമരുന്നിലേക്ക് വിരിച്ചുപോയ ആ സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഇനി ഇസ്ലാമിന് പിരിച്ചു കിട്ടാറില്ല പാടാ. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന യുവത്വമേ കൈവിട്ടുകളല്ലേ, കരുത്താറയുമാണ് ആർജവത്തോടെ മുറുകെപ്പിടിച്ചോ. പടച്ചറപ്പിന്റെ ദീന് നമുക്കുള്ളതാ, ആഘോഷത്തോടെ ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ കിടന്ന് മരിച്ചാലും ഈശത്തുള്ള ഈവാ പറഞ്ഞുകൊണ്ട് മരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം, പോക്കത്തിനകത്ത് കിടക്കുന്ന കാമുകിയുടെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരാണല്ലേ സിനിമാനന്മാരുടെ ഫ്ലക്സ് ബോർഡ് വീടിന്റെ പുരയിടത്തിലുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെതായ നിന്റെ ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ഭാരമുള്ള പേര് വെച്ചിട്ട് ആ സിനിമാശയെ നടക്കുന്ന ചെറുപ്പക്കാരാ. 5ാമത്തെ കാര്യം അത് കനാത്ത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. നായയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല. ഗത്തേലേക്ക് കിടക്കൂ, കട്ടിലേക്ക് കിടക്കൂ, അങ്ങനെയൊന്നും. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യനുണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാഹ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. മാത്രമല്ല അള്ളാന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉത്തമ സ്വഭാവ ഗുണമാണ് അൽ ഖനാഅത്തു എന്നത്. ഉള്ളത് കൊണ്ട് അള്ളാഹു തന്നത് അള്ളാഹു തന്ന വീട്, അള്ളാഹു തന്ന വസ്ത്രം, അള്ളാഹു തന്ന വാഹനം, അതിൽ അള്ളാഹു നമ്മുടെ കഴിവിനനുസരിച്ച് തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. ആർത്തിമോത്തുകൊണ്ട് അപകടത്തിന്റെ കുഴിയിലേക്ക് ചെന്ന് വീടരുത്. ഹറാമത്തെ സ്വഭാവ ഗുണം ഭക്ഷണം കിട്ടുന്നത് വരെ കൊടുക്കുന്ന യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മിസ്കീന്റെ സ്വഭാവമാണ്. നമ്മുടെ കയ്യിൽ ഒരു നായ്ക്ക് കൊടുക്കാൻ ഒരു എല്ലും കഷ്ണമുണ്ട്, അത് ആ നായയുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ആ നായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് ഇട്ട് കൊടുക്കുന്നത് വരെ. ഇതൊരു മിസ്കീന്റെ സ്വഭാവമാണ്. എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണല്ല. 7ാമത്തെ സ്വഭാവ ഗുണം നായയുടെ യജമാനൻ നായയെ അടിച്ചതുകൊണ്ട് യജമാനനോട് കോപം കാണിക്കാത്ത ലോകത്തുള്ള ഒരേ ഒരു ജീവി നായയാണ്. യജമാനൻ അടിച്ചാൽ യജമാനനോട് ദേഷ്യം കാണിക്കുകയില്ല. എത്രയോ നായകളെ വീടിന്റെ മുതലാളി അടിക്കുന്നു, ആ വീട് കാവൽ ഏറ്റെടുത്ത നായ വീണ്ടും ആ വീട് കാവല് വേണ്ടി ഇറങ്ങി ഓടിയാൽ എന്ത് ചെയ്യൂല. നമ്മൾ ഈ സ്വഭാവ ഗുണം എടുക്കണം. അള്ളാഹു ചിലപ്പോഴൊക്കെ നമുക്ക് അടിതരും, അള്ളാഹു ചിലപ്പോ നമുക്ക് അടിതരും. നമ്മൾ തിരിച്ച് റബ്ബിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു താല നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. നമ്മൾ കാണിച്ചു വെക്കുന്നതല്ലേ ഈ ദുനിയാവ് നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു വെച്ചു, അതൊക്കെ തിരിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അള്ളാഹു നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നിസ്കാരം നിർത്തി, നോമ്പ് പിടി നിർത്തി, എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, എനിക്ക് അള്ളാഹു ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. 8ാമത്തത്, ഒരു സ്ഥലത്ത് നിൽക്കാൻ തീരെ നിവർത്തിയില്ലാതെ വന്നെങ്കിൽ നായ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ എറിഞ്ഞും അടിച്ചും ഒക്കെ ജനങ്ങൾ ഓടിച്ചാലും വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും. എന്നിട്ടും വീണ്ടും ജനങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ ആ നാട് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇത്
നമ്മുടെ ഉസ്താദുമാർ കൂടി പാഠമാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഒരു പള്ളിയിൽ ഖതീബായിട്ട് ചെന്നു. എല്ലാവരും ഇപ്പൊ എല്ലാ ഉസ്താദന്മാരെ കുറിച്ച് നല്ലതൊന്നും പറയില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ അത് ആ മഹലിന് വലിയ നഷ്ടമായിരിക്കും. തീരെ മനസ്സുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്നിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഉസ്താദന്മാർ വരട്ടെ, എനിക്ക് വേറെ ചെറിയ സ്ഥലത്തേക്ക് പോകാം, അസ്സലാമു അലൈക്കും, അങ്ങനെ പോവാം. നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം. നമ്മളും അങ്ങനെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കും, ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ വേറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വെക്കും, അതങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 9ാമത്, രാത്രി നായയ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിലും, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാ, പക്ഷെ വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായയ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ ഒരു മുറുമുറുപ്പുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ഞരങ്ങലുമില്ലാതെ കഴിഞ്ഞുകൂട്ടി. നമ്മളാണെങ്കിലും യാത്ര പോവാൻ നേരത്ത്, ഞാനും എന്റെ ഭാര്യയും കൂടെ യാത്ര പോവാൻ നേരത്ത് അമ്മായി പറയാൻ മോനെ തിരിച്ചു വരുമ്പോ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം കഴിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു വന്നപ്പോഴാ ഓർക്കണേ, അല്ലോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, അപ്പുറത്തെ ശങ്കരൻ ചേട്ടന്റെ തട്ടയുടെ 2 ദോശയും ഇച്ചിരി മുട്ടോമ്പളച്ചൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കൊണ്ട് കൊടുക്കുക. ഇത് കൊണ്ട് കൊടുത്താൽ ഉമ്മ ഇതങ്ങോട്ട് വെളുക്കുന്നത് വരെ ചെവി കേൾക്കാൻ കഴിയും. തേനീച്ച മൂളണ പോലെ മൂളല് ഉമ്മ കിടക്കണ ഭൂമിയിൽ കേട്ടുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരു നായയ്ക്ക് നിങ്ങൾ 2 ദിവസം വീട്ടിലില്ല, യാത്ര പോയിരുന്നു, തിരിച്ചു വന്നപ്പോഴാണ് ഓർക്കണം, വീട്ടിൽ നായ ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തില്ല, ഇച്ചിരി ബ്രെഡ് വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ബ്രെഡേ കിട്ടുള്ളൂ കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലേലും അതങ്ങനെ കിടന്നോളും. എന്ത് നല്ല സ്വഭാവമാണ്. പട്ടിണി നമ്മൾ അറിയണം, സങ്കടം നമ്മൾ അറിയണം. ഒരു പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഓടി വന്നപ്പോ ഈത്തപ്പഴം തീർന്നു പോയി. ഉടനെ ആരുടെ അവിടുത്തെ സെക്രട്ടറി ഓടി ഇവിടെ തളർന്നു വന്നപ്പോ ഈത്തപ്പഴം പോലും കിട്ടാനില്ല. അലാക്കിന്റെ ഔലിങ്കഞ്ഞാണ് ഇവിടുത്തെ റമദാനെന്ന് പറഞ്ഞ് ആടി പൊടി വെള്ളപ്പൊക്കെ നാശം ഉണ്ടാക്കി തറാവീന് കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ചെമ്പിരി ചവിട്ടിട്ട് ഇറങ്ങി ഓടരുത്. ആ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നായ നമ്മളോട് പറഞ്ഞു തരിക, അവന് കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടവൻ കഴിഞ്ഞുകൂടുന്നു. ആ സ്വഭാവ ഗുണം നിനക്ക് നല്ലതാ. 10ാമത്തവന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുക, ഒരു നായ യാത്ര പോകുമ്പോ ഒന്നും കരുതാറില്ല, ആകെ കരുതുന്ന ഒരു ഭക്ഷണം തവക്കൽതു അലല്ലാഹ്. لو أنكم تتوكلون حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطارا. അള്ളാന്റെ റസൂല് പറയുന്നു, വരമേൽപ്പിക്കുന്ന പോലെ പടച്ച റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പറന്നു പോകുന്ന പറവകൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാ. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്ന പക്ഷികളെ പോലെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മനസ്സിൽ തവക്കുലുള്ള, ഈമാനുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള, മനുഷ്യന്റെ സങ്കടം കണ്ട സങ്കടം വരുന്ന, സന്തോഷം കണ്ട സന്തോഷം വരുന്ന, മാനുഷിക നന്മയെ ഊട്ടി ഉറപ്പിക്കുന്ന സൽസ്വഭാവം അല്ലാഹു നമുക്ക് തരട്ടെ.